ഫുഡാണ്. ആ ഇടിയപ്പം എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ഫുഡാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡിനെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൻ്റെ ന്യൂട്രീഷണൽ അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. നമ്മളൊരു 100 ഗ്രാം ഇടിയപ്പം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏകദേശം 180 കലോറി ഊർജ്ജം കിട്ടും. ഏകദേശം 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതിനകത്ത്. 5 തൊട്ട് 4 വരെ ഫൈബർ ഉണ്ട്. 2 തൊട്ട് 3 വരെ പ്രോട്ടീൻ കിട്ടും. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചധികം പച്ചക്കറികൾ കഴിക്കാം. ഇനി പ്രോട്ടീൻ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൈഡ് ഡിഷായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടി കഴിക്കാം. അങ്ങനെ നമുക്കിതിനെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതിനെ കുറച്ചും കൂടി ഫൈബർ റിച്ചായി പ്രോട്ടീൻ റിച്ചാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചധികം പൊടികൾ ചേർക്കുക. വേറെ തരത്തിലുള്ള പൊടികൾ ചേർക്കുക. ഒന്നുകിൽ കടലമാവ് ചേർക്കുക, അല്ലെങ്കിൽ ചെറുപയർ പൊടി ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മില്ലറ്റ്സിൻ്റെ പൊടികൾ ചേർക്കുക. ഇത്തരത്തിലുള്ള പൊടികൾ, ഇത്തരത്തിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പൊടികൾ നമ്മൾ ചേർത്ത് ഉണ്ടാക്കി ഇടിയപ്പത്തിൽ നിന്ന് നമുക്ക് ഏകദേശം 10 തൊട്ട് 20 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. നിങ്ങൾ പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ, മാംസാഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല, നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വേ പ്രോട്ടീൻ ചേർക്കുക. അത് ഫ്ലേവർ ഇല്ലാത്ത വേ പ്രോട്ടീൻ ചേർക്കുക. അങ്ങനെ നമ്മളൊരു 100 ഗ്രാം വേ പ്രോട്ടീൻ ചേർത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും 20 തൊട്ട് 25 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. വെറും കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഇടിയപ്പം പോലുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഊർജ്ജം പെട്ടെന്ന് കിട്ടും. ആ ഊർജ്ജം പെട്ടെന്ന് കിട്ടുകയും ആ ഊർജ്ജം പെട്ടെന്ന് നമ്മുടെ ബോഡി ചിലവാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് വിശക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വെറും ഇടിയപ്പം മാത്രം കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശക്കാൻ കാരണമാവുന്നത്. അപ്പം ഇതുപോലുള്ള പ്രോട്ടീൻ ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ചേർത്തിട്ട്, പ്രോട്ടീൻ പൊടികൾ ചേർത്തിട്ട്, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് പ്രോട്ടീൻ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലെ മാത്രമേ വിശക്കുള്ളൂ. അങ്ങനെ മെല്ലെ വിശക്കുന്ന സമയത്ത് അത് വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഇടിയപ്പം കഴിക്കാറുണ്ട്? അത് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണോ കഴിക്കാറ്, അല്ല പുറത്ത് ഹോട്ടലിൽ പോയിട്ടാണോ കഴിക്കാറ്? താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ റീപോസ്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക.